പാർട്ടി ഒന്നാണെങ്കിലും പാർട്ടിക്കുള്ളിൽ രണ്ട് ചേരികളാണ്. പറഞ്ഞു വരുന്നത് കേരള BJPയെ കുറിച്ചാണ്. ഒന്ന് സുരേന്ദ്രനെ അനുകൂലിക്കുന്ന പക്ഷവും മറ്റൊന്ന് പ്രതികൂലിക്കുന്ന പക്ഷവും. എങ്ങനെയെങ്കിലും സുരേന്ദ്രനെ താഴെ ഇറക്കണം എന്നതാണ് പ്രതികൂലിക്കുന്നവരുടെ ലക്ഷ്യം. അതിനായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ കെ സുരേന്ദ്രനെതിരെ മുന്നണിയിൽ പടയൊരുക്കവും തുടങ്ങി. പരാജയത്തിന് പിന്നാലെ പാലക്കാട് BJPയിൽ നേതൃത്വത്തെ ലക്ഷ്യമിട്ട് പലയിടങ്ങളിൽ നിന്നായി വിമർശനം കടുക്കുന്നതിനിടെയാണ് കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. വീഴ്ചയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നേതാക്കൾക്ക് ഒഴിഞ്ഞു മാറാനാകില്ല. ഇത്തിൽ കണ്ണികളെ പറിച്ചെറിയണമെന്നും നേതൃതലത്തിൽ ശുദ്ധികലശം നടത്തണമെന്നും NDA വൈസ് ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഈ ഇത്തിൽ കണ്ണി എന്നത് സുരേന്ദ്രനെ അല്ലേ ഉദ്ദേശിച്ചതെന്നൊരു സംശയം ഇല്ലാതില്ല. പാർട്ടിയുടെ നിയന്ത്രണം RSS ഏറ്റെടുക്കണമെന്ന് ചന്ദ്രശേഖരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റായി, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചേനെ. മികച്ച സാധ്യതയുള്ള ശോഭാ സുരേന്ദ്രന് പകരം C കൃഷ്ണകുമാറിനെ കൊണ്ടുവന്നത് ശരിയായില്ലെന്നാണ് പ്രധാന വിമർശനം. 2016 ശോഭാ സുരേന്ദ്രൻ നേടിയ 40,000 വോട്ട് ഇക്കുറി 37,000-ലേക്ക് ചുരുങ്ങി. താഴെത്തട്ടിലെ പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കാതെ നടത്തിയ പ്രവർത്തനങ്ങളാണ് വൻ തോൽവിക്ക് കാരണമെന്ന് ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ മാധ്യമങ്ങളോടും പറഞ്ഞു. അപ്പൊ ഇതാണ് എന്റെ ചോദ്യം. സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചപ്പോ ഇവരൊക്കെ എവിടെയായിരുന്നു? അപ്പോഴായിരുന്നു ഞെട്ടിക്കുന്ന ആ വാർത്ത വന്നത്. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയാമെന്ന് കെ സുരേന്ദ്രൻജി. അതല്ലാതെ വേറെ വഴിയില്ലല്ലോ. പാർട്ടിയായിട്ട് പറഞ്ഞു വിടുന്നതിനേക്കാൾ നല്ലതാണ് സ്വയം ഇറങ്ങി പോകുന്നത്. ഷമ്മി ഹീറോയാടാ, രാജിവെക്കേണ്ടതില്ലെന്ന് പ്രകാശ് ജാവേദ്കർ രാജിവാർത്ത വന്നോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളായി, വഴക്കായി, അടിയായി, ഇടിയായി. ശുഭം. അപ്പോഴേക്കും കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെതിരെ ഗൗരവമേറിയ ആരോപണങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. അത് പിന്നെ അങ്ങനെയാണല്ലോ, എന്തേലും പറഞ്ഞു നിൽക്കണ്ടേ. ശോഭാ സുരേന്ദ്രനും ശോഭയെ അനുകൂലിക്കുന്ന 18 നഗരസഭാ കൗൺസിലർമാരും ചേർന്ന് ജയസാധ്യത അട്ടിമറിച്ചെന്നാണ് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രന്റെ ഡ്രൈവറുടെ നേതൃത്വത്തിൽ കണ്ണാടി മേഖലയിൽ വോട്ട് മറച്ചെന്ന് സുരേന്ദ്രൻ പക്ഷം ആരോപിക്കുന്നുണ്ട്. കച്ചവടക്കാർക്കുള്ള യൂസർ ഫ്രീ 300 രൂപയിൽ നിന്ന് 100 കുറയ്ക്കണമെന്ന നിർദ്ദേശം നഗരസഭാ അധ്യക്ഷ തള്ളി. പല നഗരസഭാ കൗൺസിലർമാർ സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചതായും സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ സുരേന്ദ്രന്റെ ആവശ്യം. A+ മണ്ഡലത്തിലെ മികച്ച സാധ്യതയുള്ള ശോഭാ സുരേന്ദ്രന് പകരം C കൃഷ്ണകുമാറിനെ കൊണ്ടുവന്നത് ശരിയായില്ലെന്നാണ് പ്രധാന വിമർശനം. 2016 ശോഭാ സുരേന്ദ്രൻ നേടിയ 40,000 വോട്ട് ഇക്കുറി 37,000-ലേക്ക് ചുരുങ്ങി. പാർട്ടിക്കുള്ളിൽ സംസ്ഥാന അധ്യക്ഷനെതിരെ വിമർശനം ഉയരുന്നതിനിടെ BJP കേരള ഘടകത്തെ വിമർശിച്ച് NDA വൈസ് ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ രംഗത്തെത്തി. കേരളത്തിലെ BJP കടിഞ്ഞാണില്ലാത്ത കുതിരയാണെന്നും സംഘം നിയന്ത്രണം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും പാലക്കാട് സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ കെ സുരേന്ദ്രൻ സ്വയം രാജിവെക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയിക്കാമായിരുന്നു എന്ന് പാലക്കാട് BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ലഭിച്ചില്ല. പാർട്ടി വോട്ടുകൾക്ക് പുറമെ ഉള്ള വോട്ടുകൾ തനിക്ക് ലഭിച്ചില്ല. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ ജയിക്കുമോ എന്ന് തനിക്ക് പറയാൻ കഴിയില്ലെന്ന് C കൃഷ്ണകുമാർ പറഞ്ഞു. അതങ്ങനെയല്ലേ ഇനി പറയാൻ പറ്റൂ. ബൂത്ത് പ്രസിഡന്റ് ആയിട്ടാണ് ഞാൻ തുടങ്ങിയത്. C കൃഷ്ണകുമാർ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് നാളെ തൊട്ട് ബൂത്ത് പ്രസിഡന്റ് ആകാൻ പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷത്തോടെ പോയി പണിയെടുക്കും. ഈ പാർട്ടിയുടെ ആശയവും ആദർശവും കണ്ടു വന്നയാളാണ് ഞാൻ, അല്ലാതെ സ്ഥാനമോഹിയായല്ല. ഒരു സിറ്റിംഗ് സീറ്റിൽ പരാജയപ്പെട്ടിട്ടുള്ള ആളല്ല ഞാൻ. നിലവിലുള്ള ഒരു സീറ്റ് നഷ്ടപ്പെടുത്തിയിട്ടുള്ള ആളാണെങ്കിൽ രാജിവെക്കാൻ സ്വയം തയ്യാറായി മുന്നോട്ട് വരണം. എന്റെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വമായും സംസ്ഥാന നേതൃത്വമായും സംസാരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ എന്റെ ഭാഗത്ത് നിന്ന് കുറവുകൾ വന്നുവെന്നും ഒരാളും പറഞ്ഞിട്ടുമില്ല. അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ കൊണ്ട് വോട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് പാർട്ടിയുടെ നേതൃത്വത്തിന് ബോധ്യപ്പെട്ട് എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ രാജിവെക്കും. അല്ലാതെ സ്വയം രാജിവെച്ച് പോകേണ്ട ഒരു സാഹചര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. രാഹുൽ ഗാന്ധി അമേഠിയിൽ പരാജയപ്പെട്ടില്ലേ, എന്നിട്ട് രാഹുൽ രാജിവെച്ചു പോയോ? കോൺഗ്രസ് കാലാകാലങ്ങളായി ജയിച്ചിരുന്ന സീറ്റിൽ രാഹുൽ ഗാന്ധി തോറ്റു. കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാർ ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നു. ഇവരാരും രാജിവെച്ചിട്ടില്ലല്ലോ. അങ്ങനെ രാജിവെക്കാനാണെങ്കിൽ എല്ലാ പാർട്ടിയും കുറച്ചു പേർക്കും. ഒരു പ്രശ്നം വന്നപ്പോൾ മഴയത്ത് കൂൺ മുളച്ചു പൊങ്ങുന്നത് പോലെ പാർട്ടിക്കുള്ളിൽ പല ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. BJP അധ്യക്ഷൻ പാലക്കാട് തമ്പടിച്ചത് കൊണ്ട് മാത്രം വിജയിക്കാനാകില്ല. BJPയുടെ അടിസ്ഥാന വോട്ടിൽ പോലും ചോർച്ച വന്നു. ജില്ലാ പ്രസിഡന്റ് പോലും പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നില്ലെന്നും നേതാക്കൾ വിമർശിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മണ്ട പോയ തെങ്ങിന്റെ മണ്ടയിൽ കയറാൻ എല്ലാവർക്കും ഉത്സാഹം കൂടും. സന്ദീപ് വാര്യരുടെ പോക്കിനെ അവഗണിച്ചത് ഉചിതമായില്ലെന്നും വിലയിരുത്തലുണ്ട്. സന്ദീപിനെ പിന്തുണയ്ക്കുന്ന കൗൺസിലർമാർ പാർട്ടി വിടാൻ ഒരുങ്ങിയപ്പോൾ RSS ഇടപെട്ട് താൽക്കാലികമായി ഒപ്പം നിർത്തിയിട്ടുണ്ട്. താമസിയാതെ സന്ദീപ് വാര്യർ ഇവരെ പുറത്തു ചാടിക്കുമെന്നാണ് ജില്ലയിലെ ഒരു വിഭാഗം പറയുന്നത്. സന്ദീപിന് വ്യക്തിവിദ്വേഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകുമായിരിക്കും. അതൊരു കൂട്ടരാജിയിലോ അല്ലെങ്കിൽ പാർട്ടി മാറലിലോ അവസാനിക്കാനാണ് കൂടുതൽ സാധ്യത. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങളിലേക്ക് ഉടനടി എത്തുവാൻ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.